അസ്സലാമു അലൈക്കും. കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഡ്ഡലി, ദോശ അല്ലെങ്കിൽ ഉഴുന്ന് വട എല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ് ഉണ്ടാക്കുന്നത്. തക്കാളി ചട്നി. അധികം ബുദ്ധിമുട്ടൊന്നും കൂടാതെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. തക്കാളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു കടായി ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണ് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 6 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 30 സെക്കൻഡ് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ഉള്ളി മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. 1 മിനിറ്റ് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കുക. ബ്രൗൺ ആകേണ്ട ആവശ്യമില്ല, ഉള്ളി ഒന്ന് ഉടഞ്ഞ് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് 2 തക്കാളി മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിൽ ഞാനൊരു ചെറിയ കഷ്ണം കുരുവൊക്കെ കളഞ്ഞിട്ട് വാളൻപുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, പുളി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഇതിൽ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് അവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞളും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് തക്കാളിയൊക്കെ ഉടഞ്ഞ് കിട്ടി വരുന്നവരെ വേവിച്ചെടുക്കുക. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കാം. തക്കാളി ഉള്ളിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തണിയാൻ വെക്കുക. തണിഞ്ഞതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക. ചൂട് നല്ലപോലെ തണിഞ്ഞിട്ടുണ്ട്. ഇനി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് തീരെ വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത്. അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു കടുക് പൊട്ടിക്കുന്ന പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഒരു 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് മുഴുവൻ പൊട്ടി തീർന്നതിന് ശേഷം ഇതിലേക്ക് 2 വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഓഫ് ചെയ്യുന്നതിന് മുന്നേ ഇട്ട് കൊടുത്താൽ തീ മേലിലേക്ക് വരാൻ സാധ്യതയുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചട്നി റെഡിയായി. എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.